എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് 20-ാം തീയതി വരെയാണ് സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയുമാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വീഡിയോ എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാലും നിങ്ങൾക്ക് ആർക്കും അഡ്മിഷൻ കിട്ടില്ല. എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് 24-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്ക് മുഖേന ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും നിങ്ങൾ അപേക്ഷിച്ച ജില്ലയും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് അതായത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ജില്ല കൂടി നൽകിയ ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാവുന്നതും അവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂൾ കിട്ടിയെന്ന് വിചാരിച്ച് അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ സന്തോഷത്തിൽ പോയിട്ട് സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവേണ്ട ആവശ്യമില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റാണ്. ട്രയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെയിൻ അലോട്ട്മെൻറ്റ് നടത്തുന്നതിന് മുന്നോടിയായിട്ട് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്കിംഗ് ആണോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നൽകുന്ന ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടും, അത് നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ വെച്ചിട്ട് നിങ്ങൾ വെച്ചിട്ടുള്ള സ്കൂൾ കോഴ്സ് ഓപ്ഷനുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കൃത്യമായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്ന ആ ഒരു ടെക്നിക്കൽ ടീമിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷനായിട്ട് പോവേണ്ട ആവശ്യമില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ നിങ്ങൾക്ക് പോയാലും അഡ്മിഷൻ ലഭിക്കുന്നത് അല്ല എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് പോയിട്ട് അഡ്മിഷനായിട്ട് പോവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസത്തോളം, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരുന്നത്, അതായത് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വന്നതിന് ശേഷം ഏകദേശം ഒരു 2 അതായത് ഈ ഒരു അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു 2 ദിവസത്തോളം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനും നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ളതിന് പ്രത്യേകിച്ച് യാതൊരുവിധ ഉറപ്പും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സുകളും ഓപ്ഷനുകളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം നൽകാവുന്നതാണ്. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് 24-ാം തീയതി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെയ് 24-ാം തീയതി ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം രാവിലെയോടെയാണ് ഇതിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ 24-ാം തീയതി രാവിലെയോടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 25-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. അതായത് ഏകദേശം ഒരു 2 ദിവസത്തോളം മാത്രമാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മെയ് 25-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ നിങ്ങളുടെ പാരൻസിൻ്റെയോ മറ്റോ പേരിൻ്റെ സ്പെല്ലിങ്സ്, അതുപോലെ തന്നെ അഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ പഞ്ചായത്ത്, അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അതുപോലെ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂൾ കോഴ്സ് ഓപ്ഷനുകൾ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതായത് പുതിയ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ നൽകിയ ഓപ്ഷൻസ് മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ട് പുതുതായിട്ട് വീണ്ടും ആദ്യം മുതൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കാം. അതല്ലെങ്കിൽ നൽകിയ ഓപ്ഷൻ്റെ തുടർച്ചയായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നൽകിയ ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷനുകളൊക്കെ ആയിട്ട് മറ്റു ഓപ്ഷനുകൾ പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനും നൽകിയ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനും അതുപോലെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനും പുതിയ ഓപ്ഷൻ കൂട്ടിച്ചേർക്കാനും അതുപോലെ തന്നെ പുതുതായിട്ട് വീണ്ടും മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിവാക്കി വീണ്ടും ഓപ്ഷനുകൾ കൊടുക്കാനും, അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനനുസരിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സും സ്കൂളുകളും നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്തണം. ഇപ്പോൾ നിങ്ങൾക്ക് ബയോളജി സയൻസാണ് പഠിക്കാൻ താല്പര്യമുള്ളത് എന്ന് വിചാരിക്കുക. കാരണം പല വിദ്യാർത്ഥികൾക്കും ബയോളജി സയൻസ് എടുക്കണം എന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക.
അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് 1, 2, 3 ഈ രീതിയിൽ ആദ്യത്തെ ഒരു 10 ഓപ്ഷനുകളൊക്കെ ബയോളജി സയൻസ് ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 ഓപ്ഷനുകളൊക്കെ ബയോളജി സയൻസ് ആണ് കൊടുത്തത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ ചില സമയത്ത് അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെ അപേക്ഷിച്ച സമയത്ത് അവർ നൽകുന്ന സമയത്ത് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും, ഹ്യൂമാനിറ്റീസ് ഒക്കെ വെച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ഹ്യൂമാനിറ്റീസ് ഒക്കെ വെച്ച് കഴിഞ്ഞാലുള്ള പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുകയും പിന്നീട് അവിടെ പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടി വരികയും പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഏകദേശം തേർഡ് ട്രാൻസ്ഫറിലൊക്കെയാണ് അവസരം കിട്ടുക. അപ്പോൾ തേർഡ് ട്രാൻസ്ഫറിൽ ചില സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ നിങ്ങൾ വിചാരിച്ച സ്കൂളിലേക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ നൽകിയിട്ടുള്ള ആ ഒരു സ്കൂൾ ഓപ്ഷൻ്റെ ആ ഒരു ഒന്നാമത്തെ, അതായത് ആദ്യത്തെ 1 മുതൽ ഏകദേശം 10 വരെയുള്ള ഓപ്ഷനുകളിൽ നിങ്ങൾ ബയോളജി സയൻസ് തന്നെയല്ലേ കൊടുത്തത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ മറ്റ് സയൻസ് ഗ്രൂപ്പുകൾ ആണ് കൊടുത്തതെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ആദ്യമേ ഹ്യൂമാനിറ്റീസ് ഒക്കെ പോയിട്ട് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ബയോളജി സയൻസ് ആയിരുന്നു താല്പര്യം. എന്നാൽ ഹ്യൂമാനിറ്റീസ് കൊടുത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഹ്യൂമാനിറ്റീസിലേക്ക് അലോട്ട്മെന്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഹ്യൂമാനിറ്റീസ് നല്ലൊരു കോഴ്സ് തന്നെയാണ് എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് ഏതാണോ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതായത് ബയോളജി സയൻസ് ആണെങ്കിൽ അതിന്, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അത്, ചില വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് ആയിരിക്കും പഠിക്കാൻ താല്പര്യം, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളത് അതിനനുസരിച്ചുള്ള പ്രയോറിറ്റി ആയിരിക്കണം നിങ്ങൾ ഓപ്ഷൻ ലിസ്റ്റിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് വന്ന ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ട്രയൽ അലോട്ട്മെന്റ് വന്ന ശേഷം എഡിറ്റ് ചെയ്യുക എന്ന് നോക്കാം. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതുവഴി ട്രയൽ അലോട്ട്മെന്റിന്റെ റിസൾട്ട് നോക്കാം. അതുപോലെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച കളറിലായിട്ട് ഉള്ള ഒരു പേജ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ നൽകിയ എല്ലാ വിവരങ്ങളും പരിശോധിച്ച് ഓപ്ഷൻ ഉൾപ്പെടെ എല്ലാവിധ വിവരങ്ങളും കാണാൻ പറ്റും. അതൊക്കെ പരിശോധിച്ച് തെറ്റുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ കാരണവശാൽ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ നിന്ന് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ റിമൂവ് ആവുകയും അതിന് പകരം പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നുള്ള പുതിയൊരു ലിങ്ക് വരികയുമാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് എന്തൊക്കെ എഡിറ്റിങ്ങുകൾ വരണം എന്നുള്ളത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുക. അതുപോലെ വേണ്ട സ്കൂൾ കോഴ്സുകൾ എന്നിവ മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് ശേഷമുള്ള ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനന്റ് അഡ്മിഷനും രണ്ടാമത്തെയോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോ ആണെങ്കിൽ ടെമ്പററി അഡ്മിഷനും നേടാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർമനന്റ് അഡ്മിഷൻ നേടാവുന്നതും ഹയർ ഓപ്ഷൻസുകൾ റിമൂവ് ചെയ്യാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.